ഇന്ത്യ നടത്തിയ ഈ ഒരു അറ്റാക്കിനെ ഞാൻ നാണക്കേട് കൊണ്ട് തല താഴ്ത്തുന്നു എന്ന് പറഞ്ഞ ഒരു മലയാളം നടിയുണ്ട്. ആ നടിയോടാണ് എനിക്ക് പറയാനുള്ളത്. സോഫിയ ഖുറേഷി എന്നുള്ള നിന്നെ പോലെ ഒരു വനിത തന്നെയാണ് മകളെ ഇന്ന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ അമരക്കാരി. പാതിരയിലും ടർബോയിലൊക്കെ അഭിനയിച്ചല്ലേ, നിങ്ങൾ ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് ക്വാളിറ്റിയെങ്കിലും കാണില്ല. പഹൽഗാമിൽ ഇത്രയും പാവപ്പെട്ട ആളുകൾ മരിച്ചു വീണപ്പോ വായിൽ അമ്പഴങ്ങിയായിട്ടിരുന്ന കുറെ ആളുകളുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഈ 10-70 ഭീകരന്മാര് ഈ പാകിസ്ഥാനിൽ മരിച്ചു വീഴുമ്പോ അയ്യോ അവിടെ പാവങ്ങളെ കൊല്ലുന്നേ, ഇത് മനുഷ്യാവകാശ ലംഘനമാണ് എന്നൊക്കെ പറയുന്നവരോട് പറയാനുള്ളത്, ആദ്യം അവിടെ യുദ്ധം എന്താണ്, അത് സർജിക്കൽ സ്ട്രൈക്ക് എന്താണ് നിങ്ങൾ പഠിക്കുക. ഇപ്പൊ അവിടെ നടക്കുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്ക്. ഒന്ന് പോടാ എന്റെ ചങ്ങാതി. പറഞ്ഞാല് എങ്ങനെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു യൂട്യൂബർ പോയിട്ടേ ആ ഉണക്കമീൻ കച്ചവടം നോക്ക്. ഓ, നിന്റെ ഉണക്കമീൻ കച്ചവടം ഉണ്ടല്ലോ, അതെങ്കിലും മര്യാദക്ക് നോക്കാൻ നോക്ക്. നിന്നെ ആ സൂരജ് പാലാക്കാരൻ എടുത്തിട്ട് കുണച്ചതല്ലേ, നാട്ടുകാരൊക്കെ കൂടിയിട്ട് നിന്റെ ആ തള്ളയുടെയും നിന്നെയും അണ്ണാക്ക് ചേർത്ത് അടിച്ച് തേറ്റ് തന്നതല്ലേ. ഏതൊരു പാവം പിടിച്ച പെൺകുട്ടിനെ കൂട്ടിക്കൊടുക്കാൻ നിന്നോന്നും പറഞ്ഞുകൊണ്ട്, അതല്ല കൂട്ടിക്കൊടുക്കാൻ നിന്നവനെ നീ സപ്പോർട്ട് ചെയ്ത് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ കൂടി നിന്റെ അണ്ണാക്കിലേക്ക് അടിച്ച് കയറ്റി തന്നല്ലേ. അതൊക്കെ നീ മറന്ന. നീയാണോ ഓളെ രാജസ്നേഹത്തെ കുറിച്ച് പറയാൻ വന്നിരിക്കുന്നത്? രാജസ്നേഹമൊക്കെ നോക്കാനേ ഇവിടെ ചങ്കുറപ്പുള്ള പട്ടാൾക്കാരുണ്ട്, അവർ നോക്കിക്കോളും കേട്ടാ. ഓരോരോ വാഹനങ്ങൾ ഓണത്തിനടക്കം പുട്ട് കച്ചവടമായിട്ട് ഇറങ്ങിക്കോളും. പോയിട്ടേ ഉണക്കമീൻ കച്ചവടം ലാഭം കിട്ടുമെന്ന് നോക്കിയാൽ അന്ന് അത് ചെയ്യാൻ നോക്കി. മാനം മര്യാദയ്ക്ക് വാണമൻ വേറെ വാണക്കുട്ടികൾ ഇറങ്ങിയിരിക്കണം കുടയ്ക്കാൻ വന്നിട്ട്.